അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിൻ വരില്ല. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അങ്ങനെ അയ്യപ്പ മഹാസംഗമം നടത്തുക എന്നതായിരുന്നു ഈ സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചാണ് 3000-ഓളം വിവിധ പ്രതിനിധികളെ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പമ്പാ നദിയുടെ തീരത്ത് സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഈ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു സംഗമം നടത്തുന്നു എന്ന വിവരം പുറത്തുവിട്ടപ്പോൾ തന്നെ വലിയ വിമർശനമാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ ഓർമ്മിപ്പിച്ചത് ആ ശബരിമല സ്ത്രീ പ്രവേശന കാലഘട്ടം തന്നെയാണ്. അതായത് 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോടതി വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം സ്ത്രീകളെ എങ്ങനെയും ശബരിമലയിൽ കയറ്റുന്നതിന് വേണ്ടിയായിരുന്നു സർക്കാർ ശ്രമിച്ചത് എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ആക്ഷേപം. അങ്ങനെ CPIM-ഉം സർക്കാരുമൊക്കെ നടപടി സ്വീകരിച്ചതിൻ്റെ മുറിവ് CPIM-ന് ഏൽക്കേണ്ടിയും വന്നു. അതുകൊണ്ടാണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ പ്രകടനം അമ്പേ നിറം കെട്ടുപോയത്. അതിനുശേഷം പാർട്ടിയുടെ സമ്മേളന വേദികളിൽ അടക്കം ഇത് വലിയ തിരിച്ചടിയായി എന്നും പാർട്ടിയിൽ നിന്ന് വിശ്വാസികൾ അകന്നു പോകുന്നു എന്നുള്ള നിരീക്ഷണമൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുറിവുണക്കുന്നതിനുള്ള പല കാര്യങ്ങളും ഇപ്പോൾ CPIM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുക എന്നത്. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നത് എല്ലാവർക്കും അറിവുള്ള ഒന്നാണ്. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ സംഘപരിവാർ സംഘടനകൾ എതിർത്തത്. അതായത് സംഘപരിവാർ സംഘടനകളെ അയ്യപ്പ സേവാ സംഘങ്ങളെയൊന്നും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നില്ല, മറിച്ച് ഇതൊരു ഗ്ലോബൽ മീറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് പോലെ ഒരു ബിസിനസ് മീറ്റാക്കി മാറ്റുകയാണ് ഈ ശബരിമലയിലെ സംഗമം എന്നുള്ളതായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ വിയോജിപ്പ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയം ഏറ്റുപിടിച്ചു. പ്രത്യേകിച്ച് BJP-യെ ചൊടിപ്പിച്ചത് പ്രധാനമായും MK സ്റ്റാലിനെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു എന്നുള്ളതാണ്. അവിടെ MK സ്റ്റാലിനും ഒപ്പം സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം. ഉദയനിധി സ്റ്റാലിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ സനാതന ധർമ്മ പരാമർശം എന്നത് ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്സും തമിഴ്നാടിൻ്റെ ഇന്നലകളുമൊക്കെ അറിയാം. അത് മറ്റൊരു സംസ്കാരമാണ്. അവർ ദ്രാവിഡ കൾച്ചറിൽ ഉള്ള ആളുകൾ ആണ്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തെയൊക്കെ അവിടെ നിന്ന് വിമർശിക്കുക എന്നത് പ്രയാസകരമല്ല. സനാതനധർമ്മം ആധുനിക സമൂഹത്തിന് ചേരുന്നതല്ല എന്നും അത് മലേറിയയും ഡെങ്കിയും പോലെയാണ് എന്നും അതുകൊണ്ട് അതിനെ തുരത്തണം എന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. സ്റ്റാലിൻ്റെ നിലപാടും ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ ആ പരാമർശം അവിടെയും ചെറുതായൊക്കെ പൊള്ളലേൽപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം അതിനുശേഷം ഈ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ സ്റ്റാലിൻ വളരെ സജീവമാണ്. ഒരു പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ അത് തിരിച്ചടിയാകുമെന്നോ അല്ലെങ്കിൽ ഈ വിഷയം വീണ്ടും ഉയർത്തപ്പെടുമെന്നും ഒക്കെ കരുതിയിട്ടാകണം സ്റ്റാലിൻ വരേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെന്ത് തന്നെയാണ് എങ്കിലും സ്റ്റാലിൻ വന്നാൽ സ്റ്റാലിനെ തടയും എന്നുള്ളതായിരുന്നു BJP-യുടെ അവകാശവാദം. ജൂത സമ്മേളനത്തിന് ഹിറ്റ്ലറെ ക്ഷണിക്കുന്നത് പോലെ, ഹിറ്റ്ലർ പങ്കെടുക്കുന്നത് പോലെയാണ് സ്റ്റാലിൻ ഈ സമ്മേളനത്തിന് വരുന്നത് എന്നായിരുന്നു BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരനെ ശരിവെക്കുന്ന നിലപാട് തന്നെയായിരുന്നു PK കൃഷ്ണദാസ്, മുതിർന്ന BJP നേതാവ്, സ്വീകരിച്ചത്. ആദ്യം കേരള സർക്കാരും CPM-ഉം ഒക്കെ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ തമിഴ്നാട്ടിലെ നേതാക്കളും മാപ്പ് പറയണം. അതിനുശേഷം മതി ഇങ്ങനെയൊരു പരിപാടി എന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞത്. ഇവരെ തന്നെ ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഉള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ വാശി അത് ശബരിമലയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ശബരിമല ഭക്തജന സംഗമത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ സ്റ്റാലിനും വരുന്നതിന് മുമ്പ് ശബരിമലയുടെ തകർക്കാൻ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ പശ്ചാത്തപിക്കുകയും കേരളത്തിലെ ഭക്തജന സമൂഹത്തോട് അവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും വേണം. മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ പിണറായി വിജയനും സ്റ്റാലിനും മകൻ സ്റ്റാലിനും അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ മാപ്പ് പറയാതെയാണ് പങ്കെടുക്കാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. ഇവരുടെ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടിൽ ജനങ്ങൾക്ക് അതിശക്തമായ അമർഷവും പ്രതിഷേധവുമുണ്ട്. അതിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി.
ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് VN വാസവൻ ദേവസ്വം മന്ത്രി നേരിട്ട് പോയാണ് സ്റ്റാലിനെ ക്ഷണിച്ചത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്റ്റാലിൻ പങ്കെടുക്കാം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു പ്രതികരണം. പക്ഷേ ഇപ്പോൾ വരുന്നത് അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. അതായത് പാർട്ടിയല്ല ഇത് ഔദ്യോഗികമായി അറിയിക്കേണ്ടത്, മറിച്ച് സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഇത് ഔദ്യോഗികമായൊന്നും അറിയിച്ചിട്ടില്ല സ്റ്റാലിൻ വരില്ല എന്നുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അങ്ങനെ തന്നെയാണ്. സ്റ്റാലിൻ പങ്കെടുക്കില്ല എന്ന് തന്നെ ഉള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ BJP സ്വീകരിക്കുന്ന ഈ നിലപാട് കൊണ്ടും ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന പേടി കൊണ്ടുമൊക്കെ ആയിരിക്കാം സ്റ്റാലിൻ മാറി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കും ശബരിമലയെക്കുറിച്ച് അറിയാവുന്നവർക്കുമൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ നിന്ന് തീർത്ഥാടകർ വരുമ്പോൾ അവിടെ സ്റ്റാലിനെ പോലെയുള്ള ഒരാൾ പങ്കെടുത്തപ്പോൾ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വീണ്ടും സൃഷ്ടിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ അത് സ്റ്റാലിൻ്റെ ഇമേജിനെ കൂടി ബാധിക്കാം. അതുകൊണ്ടായിരിക്കാം സ്റ്റാലിൻ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രി V ശിവൻകുട്ടി ഈ BJPയുടെ വെല്ലുവിളിക്ക്, അതായത് സ്റ്റാലിൻ വന്ന തടയുമെന്ന വെല്ലുവിളിക്ക് പരിഹാസ രൂപേണ ഒരു മറുപടി നൽകിയിരുന്നു. സ്റ്റാലിൻ വരുമ്പോൾ സംരക്ഷണം ഒരുക്കാനൊക്കെ ശേഷിയുള്ള സർക്കാർ ആണ് ഇവിടെയുള്ളത്, പിണറായി വിജയൻ സർക്കാരിന് സംരക്ഷണം ഒരുക്കാൻ അറിയാം എന്നുള്ളതായിരുന്നു ആ മറുപടി. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖര സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിലൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ ഇത് കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടൽ ആണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് വിഷയമായി മാറുന്ന സാഹചര്യമുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ ഇവിടേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഒപ്പം NDA തന്നെ ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള മന്ത്രിമാരെ അടക്കം എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ ഉള്ള 2 മന്ത്രിമാർ, അതായത് മലയാളികളായിട്ടുള്ള 2 മന്ത്രിമാർ, ജോർജ് കുര്യനും സുരേഷ് ഗോപിയും, അങ്ങനെ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ക്ഷണിക്കും. അങ്ങനെ വിപുലമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ വിശ്വാസികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ സമ്മേളനം നടക്കാൻ പോകുന്നത് എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് അങ്ങനെ ഒരു ക്ഷണം ഇതുവരെയും കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, VD സതീശനും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട CPIMന്റെ നിലപാടുകളെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഇത് ഭൂരിപക്ഷ സമുദായത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. തീപ്പെട്ടിക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന ഒരു നിലപാടാണ് ഇത് എന്ന് പറയുന്നു. ഒപ്പം ഈ സംഘപരിവാറും അതോടൊപ്പം തന്നെ CPIMും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ VD സതീശൻ പറയുന്നത് അങ്ങനെയല്ല, സംഘപരിവാറുമായി ചേർന്നുകൊണ്ടാണ് CPIM ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് മുതലാണ് CPMന് ശബരിമലയോട് ഈ ഭയമുണ്ടായത്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ, ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ, ഒരുമിച്ച് നടത്തട്ടെ, നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത്
കേരളത്തിൽ BJP-ക്ക് ഈ CPM-ന് സംഭവിക്കും. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ. ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഇത് പരിപാടി വായിച്ചത് അറിയില്ല, ഞങ്ങളെ അറിയില്ല. യെസ്, ഇതാണ്